പഠിക്കണ്ടേ? പ്രശ്നങ്ങളൊക്കെ തനിക്ക് നേരിടാൻ നീ പഠിക്കണ്ടേ? അനുമോൾക്ക് അതിലേക്ക് എന്താണ് പരസ്പരം പറയാനുള്ളത്? എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുപോലെ 2 ഫ്രണ്ട്സേ ഉള്ളൂ ഡീപ്പായിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് നൂറേക്കാളും കുറച്ചും കൂടെ നല്ലൊരു ബോണ്ട് ഉണ്ടായത് അതിലെടുത്താണ്. അതെപ്പോഴും ഉണ്ടാവും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും സ്നേഹമായിരിക്കും ഞാൻ തരാം. തിരിച്ചും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ലൈഫിലും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് അതിലെ നൂറ് ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് മീറ്റ് ചെയ്യും, ആ ബോണ്ട് ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും എന്ന് എനിക്കറിയാം. സോ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. സൗഹൃദവും ശത്രുതയും പ്രണയവും എല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സ്ഥിരം കാഴ്ചയാണ്. കുറെ ദിവസങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിനുള്ളിൽ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് ഹൗസിനുള്ളിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ വലിയൊരു ആശ്വാസമാണ്. ചിലര് കടുത്ത പ്രണയത്തിലുമാകുന്നു, മറ്റു ചിലർ കടുത്ത ശത്രുതയിലും. ബിഗ് ബോസ് മലയാളത്തിന്റെ 7ാം സീസണിലെ അനുമോളും മാദിലിയും തമ്മിലുള്ള സൗഹൃദം ഇതിന് ഉദാഹരണമാണ്. യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള അനുമോളുമായിട്ട് ലിബറൽ കാഴ്ചപ്പാടുകളുള്ള ആദില സൗഹൃദത്തിലാകുമെന്ന് പ്രേക്ഷകരും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ അനുമോളുമായിട്ട് ആദില പെട്ടെന്ന് അടുത്തു. അനുമോളും ആദിലയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാകവേ പ്രേക്ഷകരുടെ ശ്രദ്ധ പോകുന്നത് നൂറയിലേക്കാണ്. നേരത്തെ എപ്പോഴും നൂറയ്ക്കൊപ്പമായിരുന്നു ആദില. എന്നാൽ അനുമോളുമായിട്ട് സൗഹൃദത്തിലായതോടെ ആദില പല സമയത്തും അനുമോൾക്കൊപ്പമാണ്. ഇന്ന് നൂറ ആദില കെമിസ്ട്രിയേക്കാൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും അനുമോൾ ആദില കോംബോയാണ്. ഇക്കഴിഞ്ഞ എവിക്ഷൻ വീക്കിലെ ആദിലയും അനുമോളും മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ പ്രേക്ഷകരുടെ മനം നിറഞ്ഞു. തുടക്കത്തിൽ അനുമോൾ സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയാണ് അനുമോളും ആദിലയും തമ്മിൽ സൗഹൃദത്തിലായതെന്ന് പലരും കരുതിയത്. എന്നാൽ ഈ ഒരു സൗഹൃദം ആത്മാർത്ഥമാണെന്ന് ഇന്ന് പ്രേക്ഷകരും തിരിച്ചറിയുന്നു. പലപ്പോഴും നൂറ ഇവരുടെ സൗഹൃദത്തിൽ നിന്ന് പുറത്താണ്. ആദിലയ്ക്കും അനുമോൾക്കും ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുമുണ്ട്. നൂറയ്ക്ക് പക്ഷെ അനുമോളുമായിട്ട് വലിയ സൗഹൃദമൊന്നുമില്ല. ആദില അനുമോൾ സൗഹൃദത്തിനിടയിൽ മൂന്നാമതൊരാൾ നൂറയെ പലപ്പോഴും കാണാം. ഈ സൗഹൃദം ആദില നൂറ ബന്ധത്തെ ബാധിക്കാനിടയുണ്ടോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ പലരുടെയും ചോദ്യം. നൂറയുടെ കണ്ണുകളിൽ പോസസീവ്നെസ് കാണാമെന്നും കമന്റുകളുമുണ്ട്. പെണ്ണും പെണ്ണും ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നൂറയ്ക്ക് അവൾ കെട്ടിയോനാണ്. തന്റെ ബേബിയുമായുള്ള അനുമോളുടെ അടുത്തുള്ള ഇടപെടൽ നൂറയിൽ പല വിഷമങ്ങളും ഉണ്ടാക്കുന്നു. ഇത് ആ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് കൊഞ്ചുന്നതോ കുഴയുന്നതോ ഏത് ഭാര്യയ്ക്കും പറ്റില്ല എന്നാണല്ലോ. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നൂറയ്ക്ക് ആദിലയുടെ കാര്യത്തിൽ ഒരു ഭയമില്ലാതെ ഇല്ല. അതേസമയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ വിരളമായേ നിലനിൽക്കാറുള്ളൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പലരും പല വഴിക്ക് പിരിയും. അടുത്തിടെ 6ാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന സിജോ തന്റെ സഹ മത്സരാർത്ഥിയായിരുന്ന അർജുനെ കുറിച്ച് പറഞ്ഞതും ഇതിന് ഉദാഹരണമാണ്. അർജുൻ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പഴയ അടുപ്പം കാണിച്ചില്ല എന്ന് സിജോ തുറന്നു പറഞ്ഞു. തന്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പാൻ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന അർജുൻ വിവാഹത്തിന് പള്ളിയിൽ വന്ന് കണ്ടുപോയെന്നും അധിക നേരം നിന്നില്ല എന്ന് സുജ തുറന്നു പറഞ്ഞിരുന്നു. ഈ സംഭവം തന്നെ വിഷമിപ്പിച്ചുവെന്നും ഹൗസിനുള്ളിൽ ഏറെ സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് സായി കൃഷ്ണയേക്കാൾ അടുപ്പം അർജുനോടാണ്. എന്നാൽ അർജുൻ മാറിപ്പോയെന്ന് സിജോ തുറന്നു പറഞ്ഞിരുന്നു. നമുക്കറിയാലോ, ബിഗ് ബോസ് സീസൺ 7ലെ വലിയ ജനപ്രീതി നേടി തന്നെ മുന്നേറുകയാണ് ഇപ്പോൾ അനുമോൾ. കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞു. സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ പല ആരാധകരും അനുമോളെ കാണുന്നുണ്ട്. നേരത്തെ സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ അനുമോൾ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. അനുമോളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നടിയും മുൻ ബിഗ് ബോസ് താരവുമായിട്ടുള്ള ലക്ഷ്മി പ്രിയ. അനുമോൾ വളരെ പക്വതയുള്ള പെൺകുട്ടിയാണെന്നാണ് ലക്ഷ്മി പ്രിയ പറയുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് ഈ ഒരു പരാമർശം നടത്തിയത്. ബിഗ് ബോസ് 4ാം സീസണിലാണ് ലക്ഷ്മി പ്രിയ മത്സരാർത്ഥിയായി എത്തിയത്. ഷോയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു ലക്ഷ്മി പ്രിയ. വൻ ജനശ്രദ്ധയാണ് ലക്ഷ്മി പ്രിയയ്ക്ക് ബിഗ് ബോസിലൂടെ ലഭിച്ചത്. ബിഗ് ബോസ് മലയാളത്തിലെ ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും മികച്ചത് 4ാം സീസൺ ആയിരുന്നു എന്നുള്ള അഭിപ്രായവും ഉണ്ട്. ഡാൻസറും നടിയുമായിട്ടുള്ള ദിൽഷ പ്രസന്നനാണ് 4ാം സീസണിലെ വിന്നറായത്. 5ാം സീസണിൽ അഖിൽ മാരാറും 6ാം സീസണിൽ ജിൻഡോയുമായിരുന്നു വിന്നർ. എന്തായാലും ബിഗ് ബോസ് 7ാം സീസണിൽ ഇനി അധിക നാള് ശേഷിക്കുന്നില്ല. 70 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ദിനങ്ങളിലെ പ്രകടനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുൻ സീസണുകൾ പോലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു മേൽക്കൈ അവകാശപ്പെടാൻ കഴിയില്ല. എന്തെന്നാൽ അഖിൽ മാരാർ, സാബു മോൻ എന്നിവരുടെ സീസണുകളിലെല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ടൊരു മുൻതൂക്കം പ്രകടമായിരുന്നു. എന്നാൽ ഇക്കുറി അത്തരം ഒരു അവസ്ഥയിലല്ല.
അത്തരമൊരു സാഹചര്യത്തിൽ ഈ സീസണിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന 1-2 മത്സരാർത്ഥികളാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരിൽ ആരൊക്കെ കിരീട വഴിയിൽ എത്തുമെന്നോ പാതി വഴിയിൽ വീഴുമെന്നോ ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇതുവരെ അവർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നോ ഒക്കെ പറയാം. അതിലെ അനീഷ്, ഷാനവാസ്, അനുമോൾ എന്നിവർക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. അക്ബറും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് തന്നെ പറയാമെങ്കിലും ഇവർ 3 പേരും വലിയ മുന്നേറ്റം തന്നെ വോട്ടിംഗിലും പ്രേക്ഷക പ്രീതിയിലും ഉണ്ടാക്കിയെന്നത് യാഥാർത്ഥ്യമാണ്. അതിലെ അനുമോൾക്ക് ഹേറ്റേഴ്സും കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അനുമോളെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു കുറിപ്പ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നുണ്ട്. ജെഫ്രിൻ കെ ബെഞ്ചമിൻ ആണ് ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. സ്റ്റാർ മാജിക് കണ്ട് മുഖപരിചയമുള്ളതിനാൽ മാത്രം ഈ പെരുങ്കള്ളിയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് നേർച്ച പോലെ കരുതുന്ന ചിലർ, ഇവളുടെ കള്ളക്കരച്ചിലുകളുടെ കള്ളത്തരം മനസ്സിലാകാതെ ഇവളെ സിമ്പതി കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വേറെ ചിലർ, 16 ലക്ഷത്തിന്റെ PR-ന്റെ കൂടെ ഏഷ്യാനെറ്റ് യൂട്യൂബ് ചാനലുകളിലെല്ലാം വീഡിയോകൾക്കിടയിലും അനുമോൾ എന്ന് കമന്റ് ഇടാനും മറ്റ് മത്സരാർത്ഥികളെ നെഗറ്റീവ് പറയാനും വേണ്ടി മാത്രം എക്സ്ട്രാ 2 ലക്ഷത്തിന്റെ PR-കളുമായി വേറെ ചിലർ. തനിക്ക് കിട്ടാത്തത് അവർക്ക് വേണ്ട എന്ന തരത്തിൽ അസൂയ മൂത്ത് ആരിനോടും ജിസേലിനോടും ഇവൾ സദാചാരം കാണിച്ചത് ഇഷ്ടമായ ചിലർ വേറെയും. ഇതല്ലാതെ നേരെ ചൊവ്വെ മനുഷ്യരെ മനസ്സിലാക്കുന്ന ആരും തന്നെ ഈ പെരുങ്കള്ളിക്ക് വോട്ട് കൊടുക്കില്ല എന്നതാണ് സത്യം. ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നതിൽ പോലും ഇവളുടെ നാടകീയത നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും നിങ്ങൾ മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നതാണോ? ആട് കരയുന്ന പോലെയുള്ള ഇവളുടെ കുടുങ്ങിയുള്ള ഒരു തരം ക്രിഞ്ച് ചിരിയുണ്ട്. നിങ്ങൾ സമയം കിട്ടിയാൽ ഇവളുടെ ചിരി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇജാതി ക്രിഞ്ചും ഫേക്കും ഏതെങ്കിലും ഒരേ ഒരു കാര്യത്തിൽ ഈ വ്യക്തി നാടകീയതയും കള്ളത്തരവും കുശുമ്പുമില്ലാതെ പെരുമാറിയിട്ടുണ്ടോ? നെവിനേക്കാൾ വലിയ മേക്കപ്പ് ഒക്കെ എനിക്കറിയാം എന്ന തരത്തിൽ ചിലർക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന ആ മനസ്സൊന്നും ഇവിടെ ആരും പറയണ്ട. വിളമ്പുന്നതിൽ വരെ ക്രിഞ്ച് ഫെസ്റ്റ് ആകുന്ന വേറെ ഒരാളെ നിങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടുകളിൽ പോലും കാണാൻ കഴിയില്ല. ദൈവമേ, കിലുക്കത്തിലെ നന്ദിനിയായി വെറുപ്പിനിടയ്ക്ക് പ്ലാച്ചിയെ കണ്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സീനുണ്ട്, ക്രിഞ്ചി മോൾ. എന്തായാലും ബിഗ് ബോസ് ഹൗസിലും പുറത്തും ചൂടുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുക തന്നെയാണ് ഈ ഒരു മത്സരാർത്ഥി. അത് പണം മുടക്കി PR നൽകുന്നതും കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നൽകിയ ടാസ്ക് ആരാണ് PR കൊണ്ട് ഷോയിൽ നിന്ന് പുറത്താകാതെ നിൽക്കുന്നു എന്ന് പറയാനായിരുന്നു. കൂടുതൽ പേരും പറഞ്ഞ പേര് അനുമോളുടെ തന്നെയായിരുന്നു. അനുമോൾ 16 ലക്ഷത്തിന്റെ PR നൽകിയിട്ടാണ് വന്നത് എന്നാണ് ബിന്നി ആരോപിച്ചത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ഇത് സംബന്ധിച്ച് നടക്കുകയാണ്. എന്നാൽ അനുമോൾ PR വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എന്താണ് കുഴപ്പമെന്നും ചോദിക്കുന്നവരുമുണ്ട്. ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിൽ ഇതിലെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്തായാലും ഫാൻസ് ഗ്രൂപ്പിലെ കുറിപ്പും ഇങ്ങനെയാണ്: PR ഉണ്ടെങ്കിൽ അനുമോൾ അവർ സമ്പാദിച്ച കാശ് കൊണ്ടല്ലേ PR-ന് വെച്ചത്. ആർക്കും ഒന്നും ഫ്രീ ആയിട്ട് കിട്ടാറില്ല. കാശ് കൊടുത്ത് ഒരു കോഴ്സ് പഠിച്ച് ഒരു പൊസിഷനിൽ എത്തുന്നത് പോലെ തന്നെയല്ലേ ഇതും. അവർ കാശ് കൊടുത്ത് അവർക്ക് ഒരു പൊസിഷൻ ഉണ്ടാക്കി എടുക്കുന്നു. ഇതൊന്നുമല്ലാതെ നന്നായി കളിച്ചിട്ടും ചില ഫാൻസുകളുടെ കളിയിൽ ഒരിടത്തും വെട്ടാതെ ഔട്ടായി പോയ പലരെയും പല സീസണുകളിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ അവർക്ക് ഒരു ഫെയിം ആൻഡ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വേണ്ടി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി ക്യാഷ് കൊടുത്ത് അവർ PR-ന് വെക്കുന്നു. അതിലെന്താണ് തെറ്റ്? അപ്പാനി PR-നെ വെച്ചിരുന്നു എന്ന് പറയുന്നു, ബട്ട് പുറത്തായി. സോ PR മാത്രമല്ല, കുറച്ചൊക്കെ നമ്മളും വർക്ക് ചെയ്യണം. അത് അനുമോൾ എന്ത് കാണിച്ചതായാലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ചുമ്മാ PR എന്ന് പറഞ്ഞ് കുറ്റം പറയാൻ കുറെ ആളുകൾ. അതുപോലെ തന്നെ PR-നെ വെച്ചവരായിരിക്കും അവിടെ പലരും. ലക്ഷ്മി മാർക്കറ്റിംഗ് ഫീൽഡ് എന്തോ ആണ് ജോബ് എന്നാണ് ലക്ഷ്മി പറഞ്ഞതെന്ന് തോന്നുന്നു. ആ ലക്ഷ്മിക്ക് അറിയില്ലേ എത്ര പെട്ടെന്ന് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാമെന്ന്. എല്ലാവരെയും PR ടീംസ് കോണ്ടാക്ട് ചെയ്യുമെന്ന് ഈ ഒരു കഴിഞ്ഞ സീസൺസ് കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിയെ പോലെ ബുദ്ധിയുള്ള ഒരാൾ അത് വേണ്ട എന്ന് വെക്കുമെന്ന് തോന്നുന്നില്ല. അവർ പറഞ്ഞ ആദ്യത്തെ ബോംബായിരുന്നു ആദില നൂറ വിഷയം. പിന്നീട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് കാണുന്ന എല്ലാ വള്ളികളിലും ലക്ഷ്മി പിടിക്കുന്നത്. പരസ്പരം എപ്പോഴും കുതികാൽ വെട്ടുന്ന അനീഷ് ഷാനവാസ് കോംബോ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആയി യൂട്യൂബിലും FB-യിലും ഷോർട്സ് ആകുന്നത്? പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് അറിഞ്ഞിട്ടും മില്യൺ ഫോളോവേഴ്സ് ഉള്ള പലരും സ്ക്രീൻ സ്പേസിന് വേണ്ടിയും ഇതുവഴിയും അവിടെ നിലനിൽക്കാനും വേണ്ടിയും പണിയെടുക്കുന്ന പലരെയും തഴഞ്ഞുകൊണ്ട് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത സാബുമാൻ എങ്ങനെയാണ് അവിടെ ഇപ്പോഴും ഉള്ളത്? അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും PR ഉണ്ടാകും. അത് തെറ്റാണെന്ന് തോന്നുന്നില്ല. ഒരു കോൺട്രിബ്യൂഷനും ഇല്ലെങ്കിൽ എത്ര വലിയ PR ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു യൂസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് സീസൺ ഇത് ആയത് ബാക്കിയൊക്കെ ഇതുപോലെ PR തന്നെയാണ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സീസണിലും ഒരു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസും ഇല്ല. ജസ്റ്റ് എൻജോയിങ് ദ ഷോ, നോ ഫേവറിറ്റ്സ്.
എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് BB പ്രേക്ഷ അതായത് ബിഗ് ബോസിന്റെ ഗ്രൂപ്പുകളിൽ നടക്കുന്നത്, പ്രത്യേകിച്ചും അനുമോളെ സംബന്ധിച്ച്. ഇനി അനുമോള്, ബിന്നി സെബാസ്റ്റ്യനും ഷാനവാസ് എന്നിവരാണല്ലോ ബിഗ് ബോസ് മലയാളം സീസൺ 7 സീരിയൽ താരങ്ങൾ എന്ന് പറയുന്നത്. അനുമോളും ഷാനവാസും ആദ്യം അടുപ്പത്തിലായിരുന്നുവെങ്കിലും പിന്നീട് അനുമോളെ ഷാനവാസ് ശത്രുപക്ഷത്തേക്കാണ് തള്ളിയത്. ബിന്നി ആകട്ടെ തുടക്കം മുതൽക്കേ ഷാനവാസുമായിട്ട് വലിയൊരു അടുപ്പവുമില്ല. ബിന്നി ക്യാപ്റ്റൻ ആയതിന് പിന്നാലെ ഇരുവരും തമ്മിൽ മുട്ടൻ അടിയുമായിട്ട്. അനുമോൾക്കെതിരെ ആകട്ടെ ബിന്നി PR ആരോപണം ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഏതായാലും സീരിയൽ താരങ്ങളുടെ തമ്മിലടിയും ഈഗോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയാണ്.